എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് മറീന ബീച്ചിലാണ്. അതായത് മറീന ബീച്ചിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ നമ്പർ 1 ലോങ്ങസ്റ്റ് ഏറ്റവും നീളം കൂടിയ ബീച്ച് മറീന ബീച്ചാണ്. അതുപോലെ തന്നെ ഏഷ്യയിലെ 2ാം സ്ഥാനത്തുള്ള ബീച്ചും കൂടിയാണ്. അതിമനോഹരമായിട്ടുള്ള ബീച്ചാണ് ഇത്. മദ്രാസ് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ സഞ്ചാരികൾ ആരെങ്കിലും മദ്രാസിൽ വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ മറീന ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിക്കണം എന്നാണ് പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ മുൻപത്തെ പോലെയുള്ള മുൻകാലങ്ങളിൽ മറീന ബീച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തീരെ ഹൈജീനിക് അല്ലാത്ത ഒരു ബീച്ചായിട്ടാണ് അറിയപ്പെടുന്നത്. അതായത് തീരെ വൃത്തിയില്ലാത്ത ഒരു ബീച്ചായിട്ടാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇപ്പോഴൊക്കെ അതൊക്കെ മാറിയിട്ടുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബീച്ചാണ്. അതുപോലെ തന്നെ സഞ്ചാരികൾക്ക് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇരിക്കാൻ പാകത്തിലുള്ള നല്ല മുളകളെ കൊണ്ടൊക്കെ നാച്ചുറലായിട്ട് സജ്ജമാക്കിയിട്ടുള്ള ഇരിപ്പിടമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കൂടുതൽ ആൾക്കാർ വരുന്നത് ഈവനിങ്ങിലാണ്. ഞാനിപ്പോൾ മോർണിംഗിലാണ് ഇവിടെ എത്തിച്ചേർന്നത്. അതുപോലെ തന്നെ പിന്നെ ഏറ്റവും കൂടുതൽ ബീച്ചുള്ള നഗരവും കൂടി മദ്രാസാണ്. മദ്രാസാണെന്നാണ് അറിയപ്പെടുന്നത്. ആരെങ്കിലും മദ്രാസിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇതിൻ്റെ അതായത് മറീന ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിക്കണം എന്നാണ് പറയാനുള്ളത്. അതിവിശാലമായിട്ടുള്ള ബീച്ചാണ് കാണുന്നത്. ബീച്ചിൻ്റെ കാഴ്ചകൾ നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഈ ബീച്ചിന് അടുത്തായിട്ട് ഇവിടുത്തെ മുഖ്യമന്ത്രിമാരുടെ ശവകുടീരം അതിൽ സ്മൃതി മണ്ഡപമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതും ഭയങ്കര സെറ്റപ്പിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഒരു വീഡിയോയും കൂടി ഞാൻ ചെയ്യാം. എല്ലാവരും വീഡിയോ കാണുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.